ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കോട്ടയം ഈരാറ്റുപേട്ട മറ്റക്കാട്ടുള്ള സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് അനന്തകൃഷ്ണനുമായി ഇവിടെ തെളിവെടുപ്പിനെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ വാങ്ങിയ ഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്ന് രാവിലെ അനന്തകൃഷ്ണനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മൂവാറ്റുപുഴയിൽ നിന്നുമുള്ള പ്രത്യേക പോലീസ് സംഘമാണ് ഇവിടെ രാവിലെ അനന്തകൃഷ്ണനെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം മടങ്ങിയത്. ഈ ഭൂമിയുള്ളത് ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാറിലേക്കുള്ള വഴിമധ്യേ മറ്റക്കാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഭൂമിയുള്ളത്. ഈ ഭൂമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദീർഘകാലം അനന്തകൃഷ്ണൻ്റെ കുടുംബം ഇവിടെ കുടിയടപ്പ് താമസിച്ചിരുന്നു. പിന്നീട് ഇവിടെ ഈ സ്ഥലം വിറ്റപ്പോൾ ഇവർക്ക് മറ്റൊരിടത്ത് 4 സെൻറ്റോളം ഭൂമി നൽകുകയും അവിടെ അവർ താമസിച്ചു പോരുകയുമായിരുന്നു. ഇതിനടുത്ത് തന്നെയാണ് അനന്തകൃഷ്ണൻ്റെ കുടുംബം ഈ കുടിയടപ്പവകാശം കിട്ടിയ ഭൂമിയിൽ കഴിയുന്നത്. ഈ ഭൂമി വാങ്ങണമെന്നുള്ളത് അനന്തകൃഷ്ണൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. തൻ്റെ കുടുംബം ദീർഘകാലം കഴിഞ്ഞിരുന്ന ഭൂമി സ്വന്തമായി വാങ്ങുക എന്നുള്ളതായിരുന്നു അനന്തകൃഷ്ണൻ്റെ ആഗ്രഹം. അതുപ്രകാരമാണ് ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൊണ്ട് ഇവിടെ ഭൂമി വാങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ രാവിലെ തന്നെ പോലീസ് സംഘം എത്തി. വളരെ കുറച്ച് സമയം മാത്രമാണ് തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഇവിടെ നിന്നും പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. പ്രദേശത്തുള്ള ഈരാറ്റുപേട്ട പോലീസിനെ അറിയിക്കാതെ തന്നെയാണ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള പ്രത്യേക സംഘം അനന്തകൃഷ്ണനുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.